പക്ഷേ ഈ ഷെയ്ഖ് ഹസീനെ രക്ഷിച്ചത് മോദിയാണ്. മോദി കൂടി അഭയം കൊടുത്തില്ല എങ്കിൽ ഹസീനയുടെ കാര്യം വളരെ പരിതാപകരമാകുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഈ അജിത് ഡോവൽ ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി. എന്തായിരിക്കും ഇവർ തമ്മിൽ സംസാരിച്ചത്? അതിൻ്റെ പൂർണ്ണ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി എന്താകും ഈ ഇപ്പോൾ UK തന്നെ നിയമപരമായി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹസീന. അപ്പോൾ ഇന്ത്യ അഭയം കൊടുത്ത സ്ഥിതിക്ക് എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതിൽ തർക്കവും സംശയമൊന്നും ഉണ്ടാവാനിടയില്ല. കാരണം അവരുടെ രക്ഷാ പദ്ധതിയായിരിക്കും അജിത് ഡോവൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അതിഥിയായി വരുന്ന ഒരാൾ, അഭയം തേടി വരുന്ന ഒരാൾ, സാധാരണക്കാരിയല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ തലൈവി കൂടിയാണ്. അപ്പോൾ അവരുടെ കൂടി സുരക്ഷയ്ക്കുള്ള പദ്ധതികൾ, അജിത് ഡോവൽ ചില്ലറക്കാരനല്ലല്ലോ, നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ആ രംഗത്തെ ഒരു വിദഗ്ധൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടാവണം. ഈ ഓപ്പറേഷൻ വളരെ വളരെ പ്ലാൻഡ് ആയിരുന്നല്ലോ. 45 മിനിറ്റ് കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. അപ്പുറത്ത് നിന്ന് ഒരു ചോദ്യം ആദ്യം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു SOS മെസ്സേജ് ആയിരിക്കും. SOS അല്ലെങ്കിൽ SMS, സേവ് മൈ സോൾ എന്നായിരിക്കുമല്ലോ ആ മെസ്സേജ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിന് കൊടുക്കേണ്ട ആദ്യത്തെ ഉത്തരം യെസ് വന്നോളൂ എന്നായിരിക്കുമല്ലോ, ഇങ്ങോട്ട് വന്നോളൂ എന്നായിരിക്കും ആ മെസ്സേജ്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് 45 മിനിറ്റ് കൊണ്ട് അവരിവിടെ ഇന്ത്യയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ അതിനിടയിൽ നടന്ന കൂടിയാലോചനകളിൽ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായുമായി ചർച്ച ചെയ്തിട്ടുണ്ടാവും, രാജ്നാഥ് സിംഗുമായി ചർച്ച ചെയ്തിട്ടുണ്ടാവും, വളരെ പ്രധാനപ്പെട്ട നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ജയശങ്കർ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനം അറിയിക്കാൻ അജിത് ഡോവലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവർ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത് ആദ്യം സുരക്ഷിതമായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ യാത്രാ വിമാനത്തിൽ വരുന്നതിന് പകരം ഒരു സ്വകാര്യ വിമാനത്തിൽ, പട്ടാള വിമാനത്തിലാണല്ലോ, അവിടുത്തെ ബംഗ്ലാദേശി സൈനിക വിമാനത്തിൽ വന്നിട്ട് അവരിറങ്ങുന്നത് ഹിൻഡനിലാണ്. ഹിൻഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാസിയാബാദിലാണ്, UP-യിലാണ്, ഡൽഹിയോട് ചേർന്ന്. അപ്പോൾ ഒരു സൈനിക താവളം എന്ന നിലയിൽ സുരക്ഷിതമായിട്ട് വലിയ ശല്യമൊന്നും ഇല്ലാതെ അവർക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ എന്താണ് പദ്ധതി എന്ന് അവരോട് ചോദിക്കേണ്ടി വരും. ഇന്ത്യ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അവരുടെ പ്ലാൻ അനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അവരുടെ റൂട്ട്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു, ഒന്ന് UK അവർക്ക് അത്ര പഥ്യമായി തോന്നിയിട്ടുണ്ടാവില്ല, പല കാരണങ്ങളുണ്ട്. നിയമപരീക്ഷ നൽകില്ലെന്ന് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു, UK ഗവൺമെന്റ് പറഞ്ഞു പോകും. അതോ എനിക്ക് തോന്നുന്നത് അവർ ഓപ്റ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം UK പല കാരണങ്ങൾ, ഈ ബംഗ്ലാദേശിലെ തീവ്രവാദികൾ മുഴുവൻ ഒളിച്ചിരിക്കുന്ന ഒരു പടിഞ്ഞാറൻ രാജ്യമാണ് UK. അത്ര ലിബറലാണല്ലോ UK. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഇവരുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ്. ഒന്ന് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയാണ്, ഒന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. രണ്ടും തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള മതമൗലികവാദ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അവരുടെ ഫൈനാൻസിയേഴ്സ് എന്നുവെച്ചാൽ അവരുടെ ഫണ്ടിങ് ഏജൻസീസ് അവരുടെ തീവ്രവാദികളായ അനുയായികളൊക്കെ ഉള്ള സ്ഥലമാണ്. ലണ്ടൻ അവർ ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ അവർ വന്നത് ആദ്യം ഏതായാലും ആലോചിക്കാൻ സമയമെടുക്കാതെ അവർക്ക് വരാവുന്ന ഒരു സഹോദര രാജ്യം ഇന്ത്യയാണ്. അതായിരിക്കും വന്നിട്ടുണ്ടാവും, അജിത് ഡോവലുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ന് ഇതുവരെയുള്ള മാധ്യമ വാർത്തകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇവർ ഓപ്റ്റ് ചെയ്യുന്നത് വേറെ ചിലതാണ്. ഒന്ന്, ഈ വളരെ ഓപ്പൺ ആയിട്ടുള്ള, എക്സ്പോസ്ഡ് ആയിട്ടുള്ള, അങ്ങനെ വലിയ തോതിലുള്ള ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടുന്ന രാജ്യങ്ങളല്ല അവർ ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം അവർ കുറെ കൂടി സ്വസ്ഥത, ഇനിയുള്ള കാലം സമാധാനത്തോടെ ജീവിക്കാൻ, മാത്രമല്ല അവർ രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നും മീഡിയയോട് പറഞ്ഞതായിട്ടും കേട്ടു. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ്. അവരുടെ മകനാണ് പറഞ്ഞേക്കുന്നത് ഇനി അവർ രാഷ്ട്രീയത്തിലേക്കില്ല എന്നുള്ളത്. അതിന് കാരണം ഉണ്ടാവാം. കാരണം എന്താ വെച്ചാൽ ആ കുടുംബത്തിൻ്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞൂടെ. എനിക്ക് തോന്നുന്നു അവൻ്റെ അച്ഛൻ, ഇപ്പോൾ മകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ മോൻ മാത്രം ബാക്കിയായതാണ്, മഹാഭാഗ്യത്തിന് ബാക്കിയായതാണ്. അച്ഛന്, ബാക്കി മക്കള്, പിന്നെ കുടുംബാംഗങ്ങൾ മുഴുവൻ, സ്റ്റാഫ്, ബന്ധുക്കൾ ഉൾപ്പെടെ ആ കൊട്ടാരത്തിൽ അന്നുണ്ടായിരുന്ന 40 പേരെ ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്തതാണ് 75-ൽ. അപ്പോൾ അച്ഛൻ മരിക്കുന്നത് നേരിട്ട് കണ്ടത് അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ച അന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് രണ്ടുപേര്, ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് റഹാനയും. ഷെയ്ഖ് ഹസീനയുടെ അനിയത്തി, ഇവർ രണ്ടുപേരും കൂടി, ഹസീനയുടെ ഭർത്താവ് അന്ന് ജർമ്മനിയിൽ ഒരു ശാസ്ത്രജ്ഞനാണ്, ഫിസിസിസ്റ്റാണ്. അപ്പോൾ ജർമ്മനിയിൽ ഭർത്താവിനെ കാണാൻ പോയപ്പോൾ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ആ 2 മക്കൾ രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരെയും കൊന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മോൻ
മോന് അറിയാലോ, ഇപ്പോൾ ഒരു മോള് ഇപ്പോൾ WHO ഭാഗമായിട്ട് അതുകൊണ്ട് കൂടിയാണ് അവർ ഡൽഹിയിൽ വരാനുള്ള ഒരു കാരണം. ഡൽഹിയിൽ ഇടയ്ക്ക് വന്നു പോകുന്നതിൻ്റെയും പിന്നിൽ അതുണ്ട്. WHO പ്രധാനപ്പെട്ട പ്രോജക്റ്റിൻ്റെ ഡയറക്ടറായിട്ട് മോള് ഡൽഹിയിലുണ്ട്. അപ്പോൾ അവരെ കാണാനും കൂടിയാണ് അവർക്ക് വരുന്നത്. ഈ രാഷ്ട്രീയമായ ടെൻഷനിടയിൽ ഒരു ചെറിയ ആശ്വാസത്തിന് വരുന്നതായിരിക്കും. മോൻ്റെ നിർദ്ദേശം സത്യമാവാനിടയുണ്ട്. കാരണം ഇനി അവർക്ക് ഭൂമിയിൽ കാണാനുള്ളത് അമ്മ മാത്രമാണ്. ആ അമ്മ കൂടി ബംഗ്ലാദേശിൻ്റെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട് അവർക്കറിയാം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്തു പറ്റി, മുജീബുർ റഹ്മാനെ കൊലപ്പെടുത്തിയ സിയാവുർ റഹ്മാൻ എന്തു പറ്റി. കൃത്യം 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ വിധി അവരെയും വന്നു. അതുകൊണ്ട് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ എപ്പോഴും കൂട്ടക്കൊലകൾക്ക് ഇരയാവാനുള്ള സാധ്യത. ഈ അതിർത്തി കടന്ന് കലാപകാരികൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇന്ത്യയിൽ അവർ സുരക്ഷിതയാണ് എന്ന് പറയുമ്പോഴും കലാപകാരികൾ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന് സാധ്യത കുറവ്. ഇപ്പം നമുക്ക് ആ സാധ്യത തള്ളിക്കളഞ്ഞൂടാ. കാരണം ബംഗ്ലാദേശ് ഒരു രാജ്യം എന്ന നിലയിൽ, ഒരു ഭരണകൂടം, ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ചങ്കൂറ്റവും ഒന്നും അവർക്കുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇന്ത്യ ആരാണെന്നും ഇന്ത്യയുടെ സാധ്യത എന്താണെന്നും ഇന്ത്യയുടെ പവർ എന്താണെന്നും അവർക്കറിയാം. അതുകൊണ്ട് ബംഗ്ലാദേശ് ഗവൺമെൻറ് എളുപ്പമല്ല, അവർ വരാൻ യാതൊരു സാധ്യതയില്ല. അതിപ്പോൾ അവാമി ലീഗ് ഭരിച്ചിരുന്ന കാലത്ത് ഷെയ്ഖ് ഹസീനയും മുജീബ് റഹ്മാനും ഒക്കെ നമ്മളോട് സഹോദര ബുദ്ധിയ പെരുമാറിയതുകൊണ്ടും അവരുടെ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് ഇന്ത്യയെ കണ്ടിരുന്നതുകൊണ്ടും മാത്രമല്ല, തിരിച്ചു വരാൻ പോകുന്നത് ഇപ്പോൾ ഖാലിദ സിയ ഉൾപ്പെടെയുള്ള, എന്ന് വെച്ചാൽ BNPയും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള കുറേ കൂടി വലതുപക്ഷ സ്വഭാവമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ കൂടി ചേർന്നിട്ടാണ് ബംഗ്ലാദേശ് ഭരിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ലേറ്റസ്റ്റ് വാർത്ത സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നോബൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. ബേസിക്കലി അയാൾ സാമ്പത്തിക ശാസ്ത്രജ്ഞ, എക്കണോമിസ്റ്റാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മുഹമ്മദ് യൂനുസിന് നോബൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു അമേരിക്കൻ തന്ത്രമാണ്, ഒരു പ്ലാനാണെന്നുണ്ടായിരുന്നു. കാരണം മൈക്രോ ഫൈനാൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു നയം. അങ്ങനെ ഈ മൈക്രോ ഫൈനാൻസിൻ്റെ ഒരു മൂലധന തന്ത്രപ്രകാരം ദരിദ്ര രാജ്യമായ ബംഗ്ലാദേശിൽ ഒരു അമേരിക്കൻ നിയോ കൊളോണിയലിസം, ഒരു മൂലധന ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു മുഹമ്മദ് യൂനുസിലൂടെ നടപ്പാക്കിയത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഷെയ്ഖ് മുജീബുർ റഹ്മാനെ കൊന്ന പ്രതികൾക്ക് 5-6 കൊല്ലത്തേക്ക് വിചാരണ പോലും നടത്തിയിട്ടില്ല. 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഷെയ്ഖ് ഹസീന, അതുവരെ ഇവിടെ ഇന്ത്യയിൽ അഭയം തേടി ആണ് അവർ കഴിഞ്ഞുകൂടിയത്. ഷെയ്ഖ് ഹസീന അത് കഴിഞ്ഞിട്ട് 75-ൽ കൊല്ലപ്പെട്ടിട്ട് എൻ്റെ ഓർമ്മ 81-ലോ മറ്റോ അവർ തിരിച്ചുപോയി. അവരധികാരത്തിൽ വന്നപ്പോഴാണ് ആ കേസിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റിനെ കൊന്ന കേസാണെന്ന് ആലോചിച്ച് നോക്കണം, അന്വേഷണം പോലും ആരംഭിച്ചത്. എന്നിട്ട് അത് അന്വേഷണം, വിചാരണ നീണ്ടു പോയിട്ട് ഈ കഴിഞ്ഞ 2020-ലാണ് ഒരു പ്രതിയെ ഇവിടുന്ന്, ഏറ്റവും ഒടുവിലത്തെ പ്രതിയെ 6 പേരെ തൂക്കിക്കൊന്നു, ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തമൊക്കെ കൊടുത്തു. ഒരു പ്രതിയെ പിടിക്കുന്നത് ഈ കഴിഞ്ഞ കൊല്ലം 2022-ലോ മറ്റോ ഇവിടെ കൽക്കത്തയിലാണ്. അതുകൊണ്ടാണ് അവർ വിമാനം പറന്നു പൊങ്ങിയതിന് ശേഷം എവിടെ ഇറങ്ങണം എന്ന് ചോദിച്ചപ്പോൾ, ഇന്ത്യയിൽ എവിടെ ഇറങ്ങണം എന്ന് ചോദിച്ചപ്പോൾ കൽക്കത്തയിൽ വേണ്ട എന്ന് പറഞ്ഞത്. അത്ര സേഫ് അല്ല. കാരണം ബംഗ്ലാദേശിലെ തീവ്രവാദികൾ ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കൽക്കത്ത. മമതയുടെ ഭരണകാലത്ത് അത് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കേസിലെ, അച്ഛനെ കൊന്ന കേസിലെ പ്രതികളെ ഇപ്പോഴും പൂർണ്ണമായി പിടികൂടിയിട്ടില്ല. പിടികൂടി കൊല്ലപ്പെട്ട 6 പേരെ തൂക്കിക്കൊന്നപ്പോൾ 6 പേരെ കൊന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. പിടികിട്ടാത്തൊരു പ്രതിയെ ഈ കഴിഞ്ഞ കൊല്ലമാണ് കൽക്കത്തയിൽ നിന്ന് പിടിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട 2 പേര്, ഒരാൾ US-ലാണ്, ഒരാൾ കാനഡയിലാണ്. അവരെ വിട്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, അവിടെ ഇരുന്നു കൊണ്ട് ഈ ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്ക് ഫൈനാൻസ് ചെയ്യുന്നതും അവിടെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒക്കെ ഈ ഷെയ്ഖ് മുജീബ് റഹ്മാനെ കൊന്ന യഥാർത്ഥ കുറ്റവാളികൾ കൂടിയാണ് എന്നൊരാക്ഷേപം നിലവിലുണ്ട്. ആ കൂട്ടത്തിൽ ഈ അമേരിക്കൻ താല്പര്യങ്ങൾ വളരെ പ്രകടമായി ബംഗ്ലാദേശിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച മുഹമ്മദ് യൂനുസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ താല്പര്യം കൂടി അതിലുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഒടുവിലത്തെ വിവരം, മുഹമ്മദ് യൂനുസിനെ മുഖ്യ ഉപദേഷ്ടാവായി കൊണ്ടുവരും. എന്ത് പേരിൽ കൊണ്ടുവന്നാലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു പാവ ഗവൺമെൻറ്, അതുവഴി അമേരിക്കയുടെ താല്പര്യങ്ങൾ നേരിട്ട്. ഒരു കാര്യം കൂടി അതിനുണ്ട്, മുഹമ്മദ് യൂനുസ് അമേരിക്കൻ താല്പര്യങ്ങൾ ബംഗ്ലാദേശിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച കാലത്ത് ഇന്ത്യ ഇവരുടെ എതിർപക്ഷത്ത് നിന്ന് അവാമി ലീഗിനെ, ഷെയ്ഖ് ഹസീനയെ, ഷെയ്ഖ് മുജീബ് റഹ്മാനെ ഒക്കെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ അന്ന് ചേരി എന്ന് പറയുമായിരുന്നെങ്കിലും സോവിയറ്റ് യൂണിയൻ്റെ കൂടാണ് കുറച്ച് ആപൽഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ സഹായമാണ് തേടിയിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ ഒരു സോവിയറ്റ് പക്ഷത്തും ഗ്ലോബലി രണ്ട് ശക്തികൾ, വൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്ന ഒരു ശീതസമര കാലമുണ്ടല്ലോ, കോൾഡ് വാർ എന്ന് വിളിക്കുന്നൊരു കാലമുണ്ട്. ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രചേരി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അമേരിക്ക. ഇങ്ങനെ അമേരിക്കയും റഷ്യയും തമ്മിൽ 2 ചേരിയായി നിന്നിരുന്ന കാലത്ത് ഇന്ത്യ റഷ്യയുടെ ചേരിയിലാണ് എന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കുകയും
അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നേരിടാൻ ഒരു അമേരിക്കൻ സഹായം തൊട്ട അയൽ രാജ്യത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ട് അമേരിക്കക്ക് താവളവും സഹായവും ഒരുക്കി കൊടുക്കുക എന്നൊരു നയം മുഹമ്മദ് യൂനുസ് നേരത്തെ തീരുമാനിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ നയമാണത്. അതിൻ്റെ ഫലം കൂടിയാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തത്. ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അജിത് ഡോവലുമായി ചർച്ച ചെയ്യാനും ഒരുപാട് വിഷയങ്ങൾ ഹസീനയ്ക്ക് ഉണ്ടാകും. ഇന്ത്യക്ക് കൂടി വിപത്താണത്. ഒരു അമേരിക്കൻ താവളം, അമേരിക്കൻ താല്പര്യം ബംഗ്ലാദേശ് ഇന്നലെ വരെ ഇല്ലാത്തൊരു താല്പര്യം വരിക. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് പണ്ടുണ്ടായിരുന്ന പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യക്ക് പ്രത്യക്ഷമായി ചൈനീസ് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നമ്മളത് പ്രത്യക്ഷത്തിൽ പറയാറില്ല എന്നേ ഉള്ളൂ. നമ്മുടെ അതിർത്തികൾ നീക്കുന്നത്, നമ്മുടെ ഹിമാചൽ പ്രദേശിലെ നാടുകൾക്കും നഗരങ്ങൾക്കും പേര് കൊടുക്കുന്നത് ഒക്കെ വലിയ തോതിൽ ചൈന ആരംഭിച്ചിട്ടുണ്ട്. ചൈന പലപ്പോഴും കയ്യേറി പിടിച്ചെടുത്ത പ്രദേശങ്ങളെ നമ്മൾ ഒരു സമാധാനത്തിൻ്റെ പേരിൽ ക്ഷമയോടെ നയപരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ചൈനീസ് ഭീഷണി ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ അമേരിക്കയോട് നമ്മൾ ഒരു കാലത്തും വലിയ വിധേയത്വം കാണിച്ചിട്ടില്ല ഇന്ത്യ എന്നും. അതുകൊണ്ട് ഒരു അമേരിക്കൻ ശത്രുത കൂടി മറുപക്ഷത്ത് നമ്മുടെ തൊട്ട അയൽപക്കത്ത് വരുമ്പോൾ പാകിസ്ഥാനും ചൈനയും ഒന്നായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലത്ത്, അപ്പുറത്ത് ബംഗ്ലാദേശും അമേരിക്കയും ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് ഒരു ഭാഗത്ത് ചെകുത്താനാണെങ്കിൽ മറുഭാഗത്ത് വൻകടലാണ്. ഈ രണ്ടിനും മധ്യേ ഇന്ത്യ അകപ്പെട്ടു പോകുന്നതിൻ്റെ ഭീഷണി കൂടി ഒരുപക്ഷെ അജിത് ഡോവലും ഷെയ്ഖ് ഹസീനയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയും അജിത് ഡോവലും തമ്മിൽ സംസാരിച്ചത് ഹസീനയുടെ സുരക്ഷാ കാര്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളും കൂടി ആയിരിക്കണം. അത് അവരുടെ കൂടി കൺസേൺ ആണ്. അവരെ സത്യത്തിൽ ആപൽഘട്ടത്തിൽ പണ്ട് 75 തൊട്ട് 81 വരെ അവരെ പോറ്റിയ നാടാണ്. അവരുടെ അച്ഛനെ എന്നും പിന്തുണച്ച നാടാണ്. അവരുടെ രാജ്യത്തിൻ്റെ എല്ലാതരം സാമ്പത്തിക നയങ്ങളെയും പിന്തുണച്ച ഒരു സഹോദര രാജ്യമാണ്. ആ കൂറായിരിക്കണം. ആ കൂറും ആ ആശങ്കയും ഒരേ സമയം അവർക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടിയുണ്ട്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ അജിത് ഡോവൽ ഹസീനയുമായി ചർച്ച ചെയ്യുമ്പോഴും ഇന്ത്യയുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കങ്ങൾക്കായിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായിരിക്കും. അവർക്ക് ഹസീനയെ രക്ഷിക്കണം, ബംഗ്ലാദേശിനെ തീർച്ചയായിട്ടും അവർ കൂടി ആഗ്രഹിച്ചാൽ. ബംഗ്ലാദേശിലെ തീവ്രവാദികൾ തന്നെ ആ നാട് തകർത്താൽ നമുക്കൊന്നും ചെയ്യാനില്ല. അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇന്ത്യ ഇടപെടാൻ പോകില്ല. പക്ഷേ അവരുടെ തീവ്രവാദത്തിൻ്റെ പേരിൽ നമ്മൾ ഷെയ്ഖ് ഹസീനയെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഇന്ത്യയെ ഉപദ്രവിക്കാൻ വന്നാൽ ഇന്ത്യ വിട്ടുകൊടുക്കുകയില്ല. തീർച്ചയായിട്ടും അതായിരിക്കും ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി. വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ച. സന്തോഷം.